ഇത് നേരത്തെ തൊട്ടിട്ട് എൻ്റെ കൈ മൊത്തം മണ്ണിച്ചു കുറേ കാലം തേച്ചാൽ മതി വെച്ചോളൂ. നല്ല നിറം വരും. മഞ്ഞളരച്ചിട്ട്. അമ്മ ഞാനെനിക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. അമ്മ മഞ്ഞൾപ്പൊടി തേച്ച് മഞ്ഞൾപ്പൊടി വെച്ച് പച്ചമഞ്ഞള തേക്കണ്ടേ. എന്നിട്ട് എൻ്റെ മുഖം ഫുള്ള് മഞ്ഞിച്ചിട്ട്. അത് നീ ചെറുപ്പത്തില്ലേ, അത് പച്ചമഞ്ഞളല്ല നീ. ഇന്ത്യ മഹാരാജ്യം എന്ത് ഭംഗി. ഇന്ത്യ മഹാരാജ്യം എന്ത് ഭംഗിയാണല്ലേ. ഉപ്പ് ഈ ട്യൂബെല്ലാം എടുത്താരാ?
എന്നിട്ട് നീ വീക്കുവേ. അമ്മ ഈ അച്ഛന്റെ പണിയുണ്ട്. നമ്മള് കഴിക്കുന്ന സാധനം എടുത്ത് കരണ്ടിൽ കുത്തി വെച്ചില്ല. അമ്മ ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളം ഇട്ടിട്ട് കുളിക്കുമ്പോൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി. മഞ്ഞൾ വെള്ളം. അപ്പൊ അണുക്കളെല്ലാം നശിച്ചു നീ അന്ന് കുളിച്ചിട്ടില്ലേ? അന്ന് പുഴുങ്ങി കഴിഞ്ഞിട്ട് ഇല്ല ഇല്ല അതിനകത്ത് കുളിച്ചിട്ടില്ല. നീ വെറുതെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറ്റിച്ചല്ലേ. ഒടിക്കുമ്പം തന്നെ ഇതുപോലെ ഒടിഞ്ഞു വരാൻ പാകത്തിന് വേവിച്ചെടുത്തിട്ടാണുള്ളത്. ഇനി ഇതിപ്പോൾ വെയിലത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കണം. നല്ലോണം ചുരുണ്ട് വരുന്നവരെ ഇത് ഉണങ്ങിക്കിട്ടണം. മറ്റേ അതിനകത്ത് ഉണ്ടാ അയ്യോ നമുക്ക് ചൂടില്ല, ചെറുതായിട്ട് വെള്ളം. അപ്പം നല്ലോണം മഞ്ഞൾ ഇതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് സഞ്ചിയിലാക്കി വെച്ച് ഇപ്പോൾ ഒരാഴ്ചയാണ് ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ടാകുക. അന്നേരം തന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ സഞ്ചിയിലാക്കിയിട്ട് നമ്മൾ മില്ലിൽ പോയിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണുള്ളത്. ഇതിപ്പോൾ ഇത്ര മഞ്ഞൾ പുഴുങ്ങി ഉണക്കിയതിനെ കൊണ്ട് നമുക്ക് 1 കിലോൻ്റെ മഞ്ഞൾപ്പൊടി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 കൊല്ലത്തേക്ക് തന്നെ എത്തും. കുറേ ഉണ്ട്. 1 കിലോ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ചല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറേ കാലം ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാൻ പറ്റും. നല്ല അടച്ച് നല്ല ഭദ്രമായിട്ട് വെച്ചാൽ മതി. ഒന്നും കേടുകൂടാണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.